അങ്ങനെ കാത്തിരുന്ന നമ്മുടെ റോഡ് റോളർ എത്തി. ഈ സാധനം ചെയ്യുമ്പോഴേ നമ്മളിവിടെ ഭൂമിയൊക്കെ കിടുങ്ങും. ചേർത്തെടുക്കുമ്പോ ഈ സാധനം ഇതൊക്കെ അമർന്ന് പരുവാവും. പോയി പാമ്പൊന്നുമില്ല. ഇത്രയും സന്തോഷകരമായ ദിവസം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി നീറ്റാക്കിട്ട് ഞാനൊരു ഇറങ്ങലുണ്ട്. ദൈവമേ, എന്റെ പരിപാടി പൊളിഞ്ഞ. എന്റെ പുറത്താണ് ഈ സംഗതികളൊക്കെ നടക്കണത്. നമ്മുടെ സുമതി വളവ് എന്ത് സൂപ്പറായി. ഈ റോഡ് റോളർ ഇത് നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നു. ഇത് ചെറുത്ത് 4 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി സാധനം പണ്ട് നമ്മള് PWDയിൽ ഓട്ടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കൽ ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അപ്പുറപ്പുറം ഭയങ്കരമായ കുയ്യല്ലേ, കുയ്യി ഇറക്കല്ലേ. പണ്ടാരടങ്ങ ഇതുണ്ടോ, പിടിച്ചാലും അമർത്തിയാലും നിക്കണ്. കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി, ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പടച്ചോനെ നിങ്ങള് കാത്തോളീന്നൊരൊറ്റ വിളിയാണ്. ഇഞ്ചിൻ എങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ട ജനിക്ക. താമരശ്ശേരി ടു കോഴിക്കോട് 50 കിലോമീറ്റർ. ഇത് 5 മിനിറ്റ് കൊണ്ട്. ഒരൊറ്റ കുത്ത ആൽമരത്തിന്. ആൽമരം അപ്പൊ തന്നെ പൊഴിഞ്ഞു വീണ്. പക്ഷെ എന്താ, ഇഞ്ചിന് അപ്പ അവിടെ നിന്ന് അപ്പൊ തന്നെ PWD നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. അന്നോ? അല്ല, അന്നല്ല, അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്ത് തട്ടിയിട്ട് പറയാണ്, പഹയാ നീ സുലൈമാനല്ല ഹനുമാനാണ്. കണ്ടാലും തോന്നും. നമ്മള് റോഡിന്റെ തുടക്കാണ് എപ്പോഴും കാണിക്കാറ്. ഗേറ്റിന്റെ അവിടെ റോഡിന്റെ എൻഡ് ഇതുവരെ നിങ്ങൾ കണ്ടിണ്ടാ? ദേ ഇവിടെയാണ് റോഡിന്റെ എൻഡ്. ഇത് നമ്മുടെ ചെറിയേട്ടന്റെ സ്ഥലമാണ്. ഇത് സജീവന്റെ, നമ്മൾ പണിയെടുക്കുന്ന സ്ഥലം. സജീവന്റെ അപ്പുറത്തെ ഷാൻചേട്ടൻ. ഈ റോഡ് നമ്മൾ ശരിയാക്കാൻ തീരുമാനിച്ചപ്പോ തൊട്ട് ചെറിയേട്ട ഇടയ്ക്കിടയ്ക്ക് വരും. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇതിന്റെ മുകളില് ഇപ്പൊ കിടക്കണ കണ്ടില്ല ഇവിടെ, ഇതിന്റെ മുകളില് മറ്റേ കട്ട വെച്ച എങ്ങനെ ശരിയാവാ? അപ്പൊ ചേട്ടൻ പറയാ അത് കുഴപ്പമുണ്ടാവില്ല. ചെറിയേട്ടൻ പോയുമ്പോ എന്നോട് ചേട്ടൻ വന്നിട്ട് അതെങ്ങനെ ശരിയാവാ, ഇത് വെച്ചാ ശരിയാവോ? അപ്പൊ ഞാൻ പറയാം, അപ്പൊ റോഡ് പണിയണ ആളോട് ചോദിച്ചു നോക്ക്. അപ്പൊ ആ സത്യം എന്ന് പറഞ്ഞ ചേട്ടന്റെ അടുത്ത് വിളിച്ചു ചോദിക്കുമ്പോ ആള് പറയാം, അത് നിങ്ങൾ ചിന്തിക്കേ വേണ്ട, നമ്മൾ ഇതുപോലത്തെ എന്തോരം സ്ഥലത്ത് പണിതിട്ടുള്ളതാ. അപ്പൊ വീട് ചെറിയേട്ടൻ വരും. റോഡ് റോളർ ഇത് കൂടെ ഒന്ന് ഓടിച്ചിട്ട് ഇതിനൊന്ന് ഉറക്കണ്ടേ, അല്ലാണ്ട് ഇത് ചെയ്ത് എങ്ങനെ ശരിയാവും? അപ്പൊ ചേട്ടാ അത് ഉറച്ചോളും. ആ ചെറിയേട്ടൻ മുമ്പ് വീണ്ടും ചേട്ടൻ അത് ശരിയാവോ? ഇത് ഇങ്ങനെ കുറച്ച് നാളായി തുടങ്ങിയിട്ട് അവസാനം ആ സത്യം ചേട്ടൻ പറഞ്ഞു, നിങ്ങളുടെ സമാധാനത്തിന് എന്നുവെച്ചാൽ ഒരു റോഡ് റോളർ അങ്ങോട്ട് കൊണ്ടുവരാം. അല്ല പിന്നീട് വല്ലോടത്തും പൊളിഞ്ഞ് പ്രശ്നമാവണേലും ഇതങ്ങടെ ആദ്യം തന്നെ ഇങ്ങടെ ഉറപ്പിച്ചിട്ട് അതിന്റെ മുകളിലാണ് ഈ കട്ട വിരിക്കണമെങ്കിൽ നമുക്ക് സമാധാനമായില്ലോ. അപ്പൊ അങ്ങനെ ഈ റോഡ് റോളറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഭാഗത്തേക്ക് വേണ്ടിട്ട് ഈ സാധനത്തിനെ കൊണ്ടുവരണ്ടേ. എന്നിട്ട് അപ്പൊ ഇത് നമ്മുടെ ഒല്ലൂപ്പള്ളിയിൽ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. വിളിച്ചപ്പോ അവർക്ക് വരെ ഒഴിവില്ല. ഇത് അത്യാധുനിക സാധനമാണ് ഇപ്പൊ നമ്മുടെ അവിടേക്ക് വരുന്നത്. അത് വന്ന് അവിടെ നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ തുടക്കം അവിടെ നിന്നാ, നമ്മുടെ പണിസ്ഥലത്തിന്റെ അവിടെ നിന്നാണ് അപ്പൊ അങ്ങോട്ട് പോവാം നമുക്ക്. അങ്ങനെ കാത്തിരുന്ന നമ്മുടെ റോഡ് റോളർ എത്തി. ഇത് എവിടെന്നാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെ വടക്കാഞ്ചേരിന്ന് വരുന്നതാണ്. ഇപ്പൊ തുടങ്ങണത് അവിടെ നിന്നാണ് തുടങ്ങണേട്ടാ. പണിസ്ഥലത്തിന്റെ ഫ്രണ്ടാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. അതായത് നമ്മുടെ ഗേറ്റിന്റെ അവിടെ നിന്ന് ആക്കേണ്ട ആവശ്യമില്ല. ഈ സാധനമാണ് വന്നത്. തിരിച്ച് ഇതിനിങ്ങനെ പ്രഷർ ചെയ്യാൻ പറ്റും. ആ പുല്ല് വലിക്കുന്ന ചേച്ചിമാര് വരുന്നുണ്ട്. വരുന്നത് വടക്കാഞ്ചേരി. ഈ സാധനം ചെയ്യുമ്പോഴേ നമ്മളിവിടെ ഭൂമിയൊക്കെ കിടുങ്ങും. അവിടേക്ക് നോക്കിയേ പിറക്കി നമ്മള്. ഭൂമി കിടന്ന് കിടുങ്ങണു. ഇതിന്റെ ഉള്ളിലൊക്കെ വല്ല പാമ്പുണ്ടെ പുറത്ത് ചാടൂട്ടാ. നീങ്ങിക്കാല എവിടെന്ന്. നമ്മുടെ ഈ വഴിയിലാണ് ആക്കണ കേട്ടാ. ഈ സാധനം പോരുമ്പള്ളേ നമ്മള് വരെ കിടന്ന് വിറയ്ക്കും. അത്രയ്ക്ക് പ്രശ്നമാ. ഇന്ന് പിന്നെ മഴ മാറി നിൽക്കണ ആരും കുഴപ്പമില്ല. ചേർത്തെടുക്കുമ്പോ ഈ സാധനം ഇതൊക്കെ അമർന്ന് പരുവാവും. അമർന്നു പോയി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു തുണ്ട് പോലും താഴില്ല.
ആ ഒരു വാളും കൂടിയും കുറവുണ്ട്, അതാ ഞാൻ നോക്കണേ. സന്താനങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്. ആ സുഖം തന്നെ, സുഖം തന്നെ. നമ്മുടെ നീന്നോ അത് വിറക്കി കിടന്ന് അവിടെ നിക്കണ്ട, കിടന്ന് വിറയ്ക്കുന്ന് വിറച്ചോട്ടെ. റോഡ് ഉറച്ചില്ലൊന്നും വേണ്ട. അതെ, ഇവരിത് മിനിറ്റ് വെച്ച് കഴിഞ്ഞ് പോവും. ഇവര് ഭയങ്കര 2 മണിക്കൂർ വേണ്ട. അത്രയും പ്രഷർ കൊടുക്കുന്നുണ്ട്. സാധാരണ റോഡ് റോളറിനെ പോലത്തെ അല്ലത്. മറ്റു പോകുമ്പോ ഇങ്ങനെ വിറക്കില് വരില്ല. ഇത് കണ്ട നമ്മള് മറ്റേ ഇന്റർലോക്ക് വേണ നല്ല റോഡായില്ലോ. ആ കല്ലും കട്ടയൊക്കെ പൊന്തി നിന്നോടന്തൊക്കെ ഒക്കെ പോയി. എന്തൊരു സൂപ്പറായേ. ചെളി ഉണ്ടെന്ന് മാത്രം. ഈ ചെളിയുടെ ഒരു ഇത് കാണിച്ചു തരണ അങ്ങോട്ട് വന്നേ. കണ്ട ചെളി നോക്കിയേ, ടയറുമേ കൂടെ, കാറിന്റെ ടയറുമേ കൂടെ വന്നിട്ട് കണ്ട. ഇങ്ങോട്ട് വാ. ആ വഴി നോക്കിയേ, നല്ല ഭംഗിണ്ട്. നോക്കിയേ, എപ്പോഴും ചെളി കയറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കണ്ട. നീ മണ്ണ് ചൂലെടുത്തിട്ട് കോരി എടുത്തിട്ട് കളയണം. ഇങ്ങോട്ട് കാണിക്കറാ അടുത്തേക്ക്. ടയറിന്റെ അവിടെ ടയറുമെന്നുള്ള ചെളി വന്നിട്ടേ ഇതാണ് എപ്പോഴും വരുന്നത്, നിറച്ച് ചെളി മണ്ണും. മഴ പെയ്യുമ്പോ ഈ ചെളി ഇങ്ങനെ ഇവിടെ പരക്കും. അപ്പോഴത്തേക്ക് ഇതിനെ അടിച്ചു കോരി കളയണം. മഴയുടെ ലക്ഷണം ഉണ്ട്. മഴ പെയ്യാണ്ടിരുന്നാ മതി. അവരെ കഴിഞ്ഞു പോയി കഴിഞ്ഞ പിന്നെ ഓക്കെ. പിന്നെ ചെളി അങ്ങനെ ചെളിയില്ല. ഇവിടെ ചെളിയില്ല. ഇവിടെയാണ് ചെളിയുള്ളത്. നമ്മുടെ ഈ വഴിയിലാണ് ചെളിയുള്ളത്. ഇവിടെ നിന്നാണ് ചെളിയില്ല. പണ്ട് നമ്മളെ റോഡ് റോളർ വന്നു കഴിഞ്ഞാൽ പിള്ളേരുകളൊക്കെ ആ റോട്ടിലൂടെ ഇത് പണി നടക്കില്ല. അപ്പൊ ഓടി ചെന്ന് അതിന്റെ ഇത് നോക്കി വെക്കും പണിയുന്നത്. നമ്മുടെ ചാർലി ഇമ്രാന്റെ അവസ്ഥ നോക്കട്ടെട്ടാ. പേടിച്ചിരിക്കുക രണ്ടുപേരും. നോക്കിയ രണ്ടുപേരും എന്തൊരു ശ്രദ്ധയല്ല നോക്കിയിരിക്കണേ. ചാർലി ഇമ്രാൻ എന്തുട്ടത്? അടുത്തേക്ക് വരണ്ട. അവിടെ ആകെ വൃത്തിയായിട്ട് എന്തുട്ടാ കാണുന്നത്? എന്തുട്ടാ അവിടെ? അവിടെ എന്തുട്ടാ? അവിടെ എന്തുട്ടാ? ആരാ വന്നേക്കണേ? എന്ത് പേടിയാവണ്ടാ? പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. അതേ വിമാനത്തിന്റെ പോലത്തെ ശബ്ദയിന്. അതെ, അവിടെ ഇരുന്നോ സമാധാനായിട്ടിരുന്നോ, പേടിക്കണ്ട. അവിടെ ഇരുന്നോട്ടാ. ആ വഴി ശരിയാക്കുന്നത് കാണാൻ പോവാ. അവിടേക്ക് പോവാ. അതാണ് മെയിൻ ആയിട്ട് കാണേണ്ടത്. അത് പൊടിയുന്നത് കാണാൻ രസമാണ്. ഇവിടെയാണ് മെയിൻ ആയിട്ട് പൊടിയണത് കാണേണ്ടത്. അതെ, അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇതൊക്കെ ഇങ്ങനെ അമ്മരന്ന് കാണുമ്പോളേ, ഇതൊക്കെ പൊടിഞ്ഞ് ഇങ്ങനെ അമ്മരന്ന് കാണുമ്പോ കൊറേ കാലമായിട്ട് വാ ഇവരെ നോക്കി കൊണ്ട് വന്നിട്ടുണ്ട് നമ്മളിട്ടാ. പറഞ്ഞു സരിത് പറയും. അങ്ങനെയല്ല. അതേ നമ്മുടെ ചേച്ചിമാര്, നമ്മുടെ സ്വന്തം ചേച്ചിമാര് വന്നേക്കെ. എന്തിനാന്നറിയോ? നമ്മുടെ വീട്ടിലെ കളപ്പുല്ല് വലിക്കാണ്ട് അതിനു മുന്നേ അവരെ ദിങ്ങട് നമ്മള് അഴിച്ചു വിടുകയാണ്. ഇത്ര ഉള്ള വളരെ കുറച്ചുള്ള കണ്ട പുല്ല്. അതായത് നമ്മുടെ പുല്ല് ഞാൻ ഒറ്റയ്ക്ക് ചെത്തിട്ട് കഴിയില്ല. അപ്പൊ ഇവര് നേരെ നടന്നോ ഈ മത്തങ്ങാരിയും ഇതൊക്കെ പറിച്ചു കളഞ്ഞോട്ടാ. ഇതൊക്കെ പറിച്ചോ. ഇവിടെ ഇതാണ് പുല്ല് നമ്മുടെ ഈ കിടക്കുന്ന സ്ഥലം. കൂർക്കാരിയൊന്നും ചെയ്യില്ല. ഈ മത്തങ്ങാരിയൊക്കെ കളഞ്ഞോ. ഇതൊക്കെ വലിച്ചോ. കൈതിയാക്കിയൊന്നും പറിച്ചു കളയണ്ടേട്ടാ. കൂർക്കുണ്ട്, നേന്ത്രവായുണ്ട്. ഇത് അതായത് ഇങ്ങനെ ഈ കഷ്ണം നമ്മളെ അണ്ണന്മാരെ നിർത്തിയിട്ട് ഇവിടെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ചെറിയേട്ടനാ വന്നിട്ട് പറഞ്ഞേ ഇവരെന്നെ ഇത് നല്ല വൃത്തിയാക്കി ചെയ്തു തരുന്നു. അപ്പൊ നമ്മള് നമ്മുടെ പുല്ല് വെട്ടണ ജെയ്സനെ വിളിച്ചപ്പോ ആള് വിട്ടതാണ് ഇപ്പൊ ഇവരെ. മതി എന്ന് പറഞ്ഞിട്ട്. പാമ്പൊന്നുമില്ല. ഇപ്പൊ ഈ സാധനം ഓടണ കാരനെ അതന്നെ ഭൂമി കിടന്ന് ഇങ്ങനെ തറമ്പിക്കുക. അവിടെ ഓടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അരുത്തും തുടങ്ങിയോ? അല്ല, അതവർക്കറിയാം. അങ്ങനെ നമ്മുടെ റോഡ് റോളർ പോയി. ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വരികയാണ്. എന്തൊരു വിഷമം. അല്ല, അത് പണീന് കാണാൻ രസമാണ് കേട്ടോ, കാണാനായിട്ടേ. അത് നമ്മളവിടെ വന്ന് പണീന് കാണാൻ രസമാണ്. റോഡൊക്കെ നല്ല ഭംഗിയാണ്. നോക്കിയേ നമ്മുടെ സുമതി വളവ് എന്ത് സൂപ്പറായി നോക്കിയേ. ഒരു കല്ലും കട്ടും മണ്ണും ഇവിടെയാണ് ഒന്നുമില്ല. അവിവാദമായ കുഴി ഇവിടെയായിരുന്നു. വണ്ടികളൊക്കെ താന്നോടത്. അത് കാരണം അവിടെ അടിക്കേണ്ടി വന്നില്ല. അങ്ങടുള്ള വണ്ടികളൊക്കെ അവിടെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് വിവാദ വിഷയമായി തെക്കിനി. അതിൽ കല്ലൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് അത് ഉറപ്പിച്ചു. അപ്പോ ഓർത്തു കഴിഞ്ഞാൽ നമ്മള് മഴക്കാലത്ത് പണി തുടങ്ങിയത് വളരെ നന്നായി. അത് അവരും പറഞ്ഞു. ആ വണ്ടിയുടെ ആള് പറഞ്ഞു കറക്റ്റ്. ശരിക്കും പാക്ക് ചെയ്ത പോലെ ശരിക്കും. ഇപ്പൊ മഴയൊക്കെ പെയ്ത് അല്ലെങ്കിൽ ചിലപ്പോ അടുത്ത മഴക്കാലത്താവും ഇത് ഓരോ സ്ഥലങ്ങളിൽ താഴുക വെള്ളം ഇറങ്ങുമ്പോഴേ. അപ്പൊ ഇത് ഇപ്പൊ കയ്യോടെ കറക്റ്റ് അല്ലെങ്കിൽ
പണിയെല്ലാം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വണ്ടി താഴ്ന്നിട്ട് പിന്നെ ആ കല്ലൊക്കെ എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഈ റോഡ് റോളർ വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ചെറിയേട്ടനാണ്. ചെറിയേട്ടനെ ഇവിടെ ഉണ്ടായിരുന്നു, ചെറിയേട്ടൻ പിന്നെ കയറിപ്പോയി. ചെറിയേട്ടനായിരുന്നു ഏറ്റവും ടെൻഷൻ. നമുക്കുണ്ട്, നമ്മളത് പുറത്ത് പ്രകടിപ്പിച്ചോടന്നില്ല. ചെറിയേട്ടൻ ഇത് വന്നിട്ട് എന്നെ കാണുമ്പോഴും ചോദിക്കും, ഇത് ഈ കല്ലിഞ്ചം വന്നിട്ട് ഇതൊന്നും ഓടിക്കാണ്ട് ഇത് എങ്ങനെ ഇത് ശരിയാവാ. അപ്പോ നമ്മൾ അതിന്റെ ഒരു കാശ് ചെലവ് നോക്കിട്ട് എത്ര പൈസയായി അത് വന്നേന്? 7500 രൂപ. അവര് അകലെന്ന് വരുന്ന കാരണമാണ് കേട്ടോ ഇത്രയും. പിന്നെ ഡ്രൈവർക്ക് പൈസ കൊടുക്കണം, വണ്ടിയിൽ തിരുവത്ര വടക്കാഞ്ചേരി. ഞാൻ ചോദിച്ചപ്പോ അയാൾ അവിടെ ഇരുന്ന് വർക്ക് വടക്കാഞ്ചേരിയിലാണ് അവർ വീട്. എനിക്കറിയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കൊക്കെ നിങ്ങൾക്ക് റോഡ് പണി ഉണ്ടെങ്കിൽ ഇവരെ റോഡ് റോളർ ഈ സാധനം വരും കേട്ടോ. അപ്പൊ നമ്പർ വേണമെങ്കിൽ തരാം ഇവിടെ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കണമെങ്കിലൊക്കെ അടിപൊളി സാധനം കേട്ടോ, നല്ല ഇതാണ്. 9 ടണ്ണാണ്ട് പ്രഷർ കൊടുക്കുന്നതിന്. അപ്പോ നമ്മൾ ഈ 7.5 ലക്ഷം മുടക്കിയിട്ട് ഈ റോഡ് പണിയുമ്പോൾ ഒരു 7500 കൊടുത്തിട്ട് ഈ സാധനം കൊണ്ടുവരുന്നത് നമ്മൾ എന്തിനാ വെറുതെ ഒഴിവാക്കണേ? നഷ്ടല്ല നമുക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണി കഴിഞ്ഞിട്ടാണ് ഇതായെങ്കിൽ വീണ്ടും ഈ കല്ലൊക്കെ എടുത്ത് അത് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണ കാര്യമല്ല. അപ്പൊ എത്ര ഇരട്ടിപ്പണിയാവും. അപ്പൊ ഇത് അങ്ങനെ അപ്പൊ അങ്ങനെ അവര് പോയി. ഇനി നമുക്ക് നമ്മുടെ ചേച്ചിമാര് എന്തായി നോക്കാം, ചേച്ചിമാരുടെ പണി എന്തായി നോക്കാം. ഇതേ ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടായില്ല. ഞാൻ 24 മണിക്കൂർ നേരം ഇതില്ലാണ്ട് ഇരിക്കേണ്ടി വരും. അത് നിങ്ങൾ സ്വന്തം എടുത്തോ? അവർക്കൊരു ആ ചേച്ചി മത്തങ്ങ കിട്ടിണ്ട്, അതെടുത്തോ സ്വന്തമായിട്ട്. നിങ്ങൾ തണല് നോക്കി ചെയ്താ മതി. എടുത്തോ. അതന്നെ തണല് നോക്കി ചെയ്തോ. വെറുതെ വെയിലത്ത് നിങ്ങൾ പണിയെടുക്കാൻ നിക്കണ്ട. തണലുള്ള സ്ഥലത്ത് നോക്കിട്ട് നിങ്ങൾക്കുള്ളതാണ്. എവിടെ വേണമെങ്കിൽ നിങ്ങക്ക് അതൊക്കെ എടുത്തോ. എവിടെ മത്തങ്ങ കാണട്ടെ? അതെ മത്തങ്ങ കിട്ടി. അപ്പൊ ഇത് ജൈവ മത്തങ്ങയാണ്. ഇത് നിങ്ങൾ കൊണ്ടുപോയി കൂട്ടാൻ വയ്ക്കുക. ഈ മറ്റേ ഒരു കൂട്ടാണ്ട്, അതായത് പാലക്കാടന്മാര് വെക്കുന്ന പാലക്കാടൻ സരിത മുളക് അല്ല അതെന്ന് പറഞ്ഞു കൊടുത്തേ. അവരിത് വെക്കിട്ടേ മത്തങ്ങാപ്പുളി ഭയങ്കര സിമ്പിൾ പരിപാടി. സിമ്പിളാ. സരിത എന്ന് പറഞ്ഞു കൊടുത്ത അതിന്റെ റെസിപ്പി സിമ്പിൾ ആയിട്ട്. അതൊന്നുമില്ലേ, പരിപ്പ് മത്തങ്ങയും കൂടിയിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കുക, പുളി പിഴിഞ്ഞൊഴിക്കുക, കടുക് കാച്ച അത്ര ഉള്ളോ? പിന്നെ അതിന്റെ ഒപ്പം ഉണക്കമീനും വേണം. മാന്തള് സൂപ്പറാ. 10 മിനിറ്റ് കൊണ്ട് പണി കഴിയും, കൂട്ടാൻ പണി കഴിയും. നല്ല കൂട്ടാനില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് സരിത പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനം മത്തങ്ങ. അത് വീഡിയോ കാണിക്കുമ്പോ ചേട്ടൻ ചെയ്യണതല്ലേ? അല്ല, അത് അടുക്കളയിൽ കൂട്ടാൻ വെക്കുമ്പോ നമുക്ക് എപ്പോഴും കൂട്ടാൻ വെക്കാൻ പറ്റില്ല. ഉള്ളിലേക്ക് ഉണ്ട്. അതിന് 367 രൂപ. 1/2 കിലോന്റെ ബോട്ടിൽ. ഇവിടെ വെടുപ്പാക്കി കഴിഞ്ഞിട്ടേ എനിക്ക് ഓരോന്ന് നട്ടുടങ്ങാൻ. ഇപ്പൊ ഇനിയിപ്പോ വെള്ളക്കെട്ട് അങ്ങനെ വരില്ല എന്ന് വിചാരിക്കുന്നു. അതാണ് മറ്റേ തുമ്പ ആനത്തൊട്ടാവാടി. അത് എവിടുന്ന് വരുന്നാവോ? ചൊറിയല്ല, അത് നിറയെ മുള്ളല്ലേ? കുഞ്ഞു മുള്ളുകൾ. അതാ ആട്ടങ്ങൾ തിന്നു കഴിഞ്ഞ് ചാവും. പശുക്കൾക്ക് കൊടുക്കാൻ പാടില്ല. പശുക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി സാധനം. ഒരു ടൈമിൽ നമ്മുടെ വല്ലപ്പുഴ അവിടെ നിറച്ച് ഈ ആനത്തൊട്ടാവാടി നിറഞ്ഞു. എന്നിട്ട് പിന്നെ അത് വലിച്ചു കളഞ്ഞിട്ട് ഇല്ലാണ്ടായി. അപ്പൊ നിങ്ങൾക്ക് സമൃദ്ധിയായിട്ട് നാക്കാനായിട്ട് ഇത്രയും സന്തോഷകരമായ ദിവസം ഇവര് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇവര് സാധാരണ പുല്ലൊക്കെ വലിക്കാൻ വരുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടി മറ്റേ ഈ കുത്തങ്ങിയൊക്കെ അവര് അവിടെ കുത്തി എടുക്കണത്. അവരെല്ലാ പണികളും ചെയ്തതാ. കൊള്ളിയായിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊള്ളി പറിച്ചു തന്നാണ്. കൊള്ളി ഇതാവണല്ലോ. മറ്റേ ഇതല്ലേ മധുരക്കിഴങ്ങല്ലേ? അല്ലല്ല, ഇവിടെ മാങ്ങയുടെ ടൈം ആണെങ്കിൽ മാങ്ങിണ്ടായേനെ. കമ്പോസ്റ്റ് കുഴി ഇതിലിട്ടോ. ഇതൊരു കുഴി തന്നെയാണ്. ഈ വലിച്ചിട്ടേ ഇതിലേക്ക് കേട്ടോ. ഇതിന്റെ മേലേക്ക് വലിയൊരു കുഴിയാ കമ്പോസ്റ്റ് കുഴി. ഞാൻ ചപ്പചവറ് തന്നെയാ. അപ്പൊ ഇവിടത്തേക്ക് വലിച്ചിട്ട് ഇനി അങ്ങോട്ട് പോണ്ട, ഇവിടേക്ക് ഇട്ടോ, ഇതിലേക്ക് ഇട്ടോ. അതിന് മീതിക്ക് കേട്ടോ. ഇനി നീറ്റാക്കിട്ട് ഞാനൊരു ഇറങ്ങലുണ്ട്. അതൊരു ഗംഭീരമായിട്ടുള്ള ഇറങ്ങലാണ്. നമ്മുടെ രജിരാജ്യം പറയാ. ഇപ്പൊ ഈ പച്ചക്കറി കൃഷി ചെയ്യണ സമയത്ത്, അത് വീഡിയോ എടുക്കേണ്ട സമയത്ത് മാത്രമാണ് ചേട്ടൻ ഇങ്ങോട്ട് വരാന്ന്. ഇപ്പൊ അങ്ങനെ വരണുള്ളൂ. ചെറിയേട്ടനല്ലേ ചേട്ടൻ കളിയാക്കും, വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രം അജ്ജും കൂടി വരണുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഞാൻ ചെയ്തൊന്നും മോശമൊന്നുമല്ല. നോക്കിയോ, ഈ സൈഡ് മുഴുവൻ കൃഷി ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. കൂർക്ക, കൊള്ളി,
ചേമ്പ് എല്ലാ സാധനങ്ങളും ഈ ഉണ്ടല്ലോ ഇവിടെ. കൂർക്കയ്ക്ക് മണ്ണിട്ടിട്ടില്ലല്ലോ. ഇതിന് മണ്ണിട്ടു അപ്പോഴല്ലേ വെള്ളം മറ്റേ ഈ വെള്ളം കെട്ടി നിന്ന കാരണം കണ്ട ഈ കൂർക്ക നാശായി തോന്നുന്നുണ്ട് കേട്ടാ. കൂർക്കല് വിത്തുണ്ടോ നോക്കാം. വെറുതെ അമ്മേരെ പരിപാടി പറിക്കാറല്ലേ. പക്ഷെ എനിക്ക് മണി പൊട്ടുണ്ടോന്ന് അറിയണ്ട. അത് നാം പറിച്ചു നോക്കാറായിട്ടില്ല ചേട്ടാ. അമ്മ അതൊന്നും വെറുതെ മണി പൊട്ടുണ്ടോ നോക്കട്ടെ. ഞാൻ ഒരു കൊത്തന സാധനം എടുത്തോളൂ. ഒരു മണി പൊട്ടുണ്ടോന്ന് അറിയണ്ടേ. അത് മണിയായിട്ടില്ല ചേട്ടാ. ഇവര് പുല്ല് വലിച്ചപ്പോ പറഞ്ഞു പോന്നു. അല്ല അതല്ല, അത് അതിലുണ്ടാവില്ല, ഇതിലുണ്ടാവും. നോക്കണം അങ്ങോട്ട് വാ. അങ്ങോട്ട് ചെല്ല, അച്ഛൻ്റെ അടുത്ത് പൊക്കോ. നമുക്ക് ഇതില് മണിയിട്ടുണ്ടോന്ന് നോക്കാം. ഒരെണ്ണത്തിലേ ഇതാണ് കൂർക്കര നമ്മുടെ സരിത. ദൈവമേ എന്റെ പരിപാടി പൊളിഞ്ഞാ. അതാ വറൊന്നായിട്ടില്ലേ. മണിപൊട്ടാണ് ഇപ്പൊ അറിയാം. എന്തോരം പറഞ്ഞാലും ആൾക്ക് അതൊന്ന് നോക്കണം. വലിച്ചു നോക്കിയാലേ സമാധാനമുള്ളൂ നമുക്ക്. കണ്ണില് മണ്ണ് പോയി. വൃശ്യമാസത്തിലാണ് പറക്കുക. ഇനി മാസം എത്ര കെടുക്കണൂന്ന് അറിയോ? ചിലതുണ്ടാവില്ല. ഇത് കർക്കിടക മാസ ചിങ്ങം കൂടി ആയിട്ടില്ലേ? അല്ല ചേച്ചിമാരിവിടെ പണിയെടുക്കട്ടെ. അവര് ഫുഡൊക്കെ കൊണ്ടുവരും. ഇവര് അങ്ങനത്തെ ഈ മറ്റേ ചോറും കൊണ്ടുവരാ. അവര്. നിങ്ങളുടെയൊക്കെ വീടുകളൊക്കെ എവിടെ എല്ലാവരും? അവര് ചാഴൂക്കാരാണ്. ചാഴൂര് അവരോട്ട് വേറെ വേറെ ആൾക്കാർ വരുന്ന കാരണണ്ടേ മാറി മാറി കൊറേ ചേച്ചിമാരിങ്ങനെ വരും. ചാഴൂര് എന്ന് പറഞ്ഞ ആലപ്പാട്, ചാഴൂര് മറ്റേ ഇവിടേക്കില്ലേ നമ്മുടെ പുള്ള്, ആ സ്ഥലമാണ്. പെരിങ്ങോട്ടുകര, അന്തിക്കാട് ആ സൈഡാണ് ഇവര്. മഞ്ജുവാരിക്ക് വീടിന്റെ അടുത്താണ് ഇവരെ വീട്. അപ്പൊ ഇവരാണ്ട് വലിക്കട്ടെ. ഇനി നമുക്ക് ചേട്ടൻ വേണേ ഉച്ചതിരി സമയം ഉണ്ടെങ്കിൽ ഇറങ്ങിക്കോ. അപ്പൊ വേഗം കഴിയൂ. അതെ, എനിക്കിനി ഓരോന്നിന്റെ മണ്ണിട്ട് കൊടുക്കലാണ് പണി. കണ്ട ഈ കൊള്ളിക്ക് മണ്ണിടാ, ആ നേന്ത്രവാഴ അങ്ങനെ പോവുക ചെയ്യുക. പിന്നെ മറ്റേ ഇതുകള് തൈകൾ വാങ്ങിക്കണം. ഇനിയിപ്പോൾ ഓരോന്ന് നടാം നമുക്ക്. കാരണം വലിച്ചു കഴിഞ്ഞ് നീ ഒരു കാണാനൊരു കണ്ണിന് കുളിർമയില്ലേ. ഇതെന്താണെന്നറിയും, ഞാനൊരു സൈഡിൽ നിന്ന് കളച്ച് വരുമ്പോഴേക്കും പിന്നെ ചിലപ്പോൾ 2 ദിവസം കളയ്ക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ സ്ഥലത്ത് പുല്ലായിണ്ടാവും. ഞാൻ എന്തൊരു ചെയ്യാ? പുല്ല് നമ്മൾ സാധാരണ പോലെയല്ലോ, മറ്റുള്ളതിന്റെ പോലെയല്ലോ. ഇതിന്റെ കടക്കിലൊക്കെ ചവറാണ് കംപ്ലീറ്റ്. ഈ കൊള്ളി കടക്കിലെ മുഴുവൻ ചവർ തന്നെയാണ്. റോട്ടിലേക്ക് നോക്കുമ്പോ ഒരു സന്തോഷം അല്ലേ? അവിടേക്ക് നോക്കുമ്പോ റോഡ് സന്തോഷമായി. കണ്ടതാ ഇത് കഴിഞ്ഞു. കണ്ടത് കുറച്ചു കിട്ടാ. അപ്പൊ അങ്ങനെ ചേട്ടന്റെ ചിരകാല അഭിലാഷം നടക്കാൻ പോവാണ്. അപ്പൊ ഞാൻ അവര് അടുത്ത ആഴ്ച തൊട്ടിട്ടാണ് റോഡ് പണി ആരംഭിക്കുക. ഞാൻ നിർത്താൻ പോണ്. അടുത്ത ആഴ്ച മുതലാണ് റോഡ് പണി ആരംഭിക്കുക. അവർക്ക് അവിടുത്തെ ചാവക്കാട് ഒരു സ്ഥലത്ത് കഴിയാണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാം. ഓണത്തിന് മുന്നേ നമ്മുടെ റോഡ് പണി പൂർത്തിയാക്കി തരാമെന്ന് നമ്മുടെ സത്യൻ വാഗ്ദാനം നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കൊല്ലത്തെ ഓണം സന്തോഷകരമായിരിക്കട്ടെ. അല്ല, എല്ലാ കൊല്ലത്തെ ഓണം എല്ലാവർക്കും സന്തോഷകരമായിരിക്കട്ടെ. അല്ല, ഇതിനി നമുക്ക് ഇതൊന്നിട്ട് ചേട്ടന്റെ കഴുത്തിലിരിക്കണേ ചൊറിയമ്പുഴാണോ? എന്റെ ദൈവമേ, ഇതൊന്നിട്ടത് അല്ല, ചൊറിയമ്പുഴല്ല, വേറൊരു പ്രാണി. ഒരു പ്രാണിയും പിന്നെ ഒരു പുളിയുറുമ്പും കൂടിയിട്ട് എന്നിട്ട് അവരവിടെ നടത്തണേന്ന് നോക്കി ജഗ്ഗു. അവിടെ 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 എന്തോ കാര്യമായിട്ടുള്ള ഒരു പരിപാടിയിലാണ്. എടുക്കണ ജഗ്ഗു അതിനെ. ആ പ്രാണീനെ പറന്നു പോവാൻ ഈ പുളിയുറുമ്പ് സമ്മതിക്കില്ല. അതിന്റെ മൂട്ടിൽ പിടിച്ച് നിർത്തിയേക്കാന്ന് വലിയ നീളത്തിലുള്ള ഒരു കറുത്ത പ്രാണിയാ. അതിനെ പറക്കാൻ സമ്മതിക്കില്ല ഈ പുളിയുറുമ്പിന്റെ. കണ്ട പിന്നിലേക്ക് പിടിച്ച് വലിക്കുക പുളിയുറുമ്പതിനെ. ഇത് കുറച്ച് സമയമായിട്ട് ഇവിടെ ഇരിക്കും. ഞാൻ എന്നിട്ട് കറുപ്പ കളറിൽ കരടാന്ന് വിചാരിച്ചേ. അയ്യോടാ, പുളിയുറുമ്പ് വലിച്ചോണ്ട് പോയിനെ. എന്റെ പുറത്താണ് ഈ സംഗതികളൊക്കെ നടക്കണത്. അങ്ങോട്ട് വാടാ, നീ അങ്ങോട്ട് വാടാ, അങ്ങോട്ട് വാടാ. അത് പൊക്കോട്ടറ, അതിന്റെ പണി നോക്കി പൊക്കോട്ടറ. നീ അതിന് വിടറ മോനെ. രക്ഷപ്പെട്ടു. അതാ പുളിറുമ്പിനെയും കൊണ്ട് പറന്നു പോയി. ഇനി അപ്പൊ ഇനി ചേച്ചിമാര് പുല്ല് വലിക്കട്ടെ, ഞങ്ങള് വീട്ടിലേക്ക് പോട്ടെ. സരിതയ്ക്ക് ഷോപ്പിലേക്ക് പോകണം. നമ്മള് റോഡ് റോളർ വന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്തതായിരുന്നു. ഞാൻ എന്നിട്ട് ഇതേ കടയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. അപ്പോഴാണ് ചെറുേട്ടൻ ഇത് ഇവിടെ വന്നേക്കണ മാറ്റങ്ങൾ വിലയിരുത്താൻ വന്നേക്കണു. അപ്പൊ ചെറുേട്ടൻ നല്ല വേഷത്തിലൊന്നല്ല കേട്ടാ. ചെറുേട്ടൻ പറമ്പില് പണിയെടുക്കണതിന്റെ ഇടയിലത്തെ ചെറുേട്ടന് ശരി ഭയങ്കര ടെൻഷനായിരുന്നു. ചെറുേട്ടൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയും, ഇത് ഓടിക്കാണ്ട് ഈ സാധനം മോളിയോട്ടിട്ട് കഴിഞ്ഞാൽ എന്തായാലും ശരിയാവില്ല എന്നറിയാം. ഈ വേരിലൊക്കെ താന്നു പോവും. പിന്നെ അവര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെ നമ്മള് 100 പ്രാവശ്യം പിന്നെ നടക്കണം. അവിടെ താന്നു, ഇവിടെ താന്നു എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആദ്യം പറഞ്ഞതേ. റോഡ് റോളറിന് വരാതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട, ഞങ്ങളത് ചെയ്യാം. പിന്നെ എപ്പോഴെങ്കിലും താഴാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ആ ഭാഗം ശരിയാക്കിരാന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിനേക്കാളും ഭേദം എല്ലാം കഴിഞ്ഞ് കാശ് അവരേൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മള് വിളിക്കാൻ നിൽക്കണം. അതാണ് കുഴപ്പം.
അതെ നമ്മൾ വിളിച്ചാലും പിന്നെ പിന്നെ വരില്ല. അത് ബാക്കി പറ്റില്ല. മെഷീൻസ് വാങ്ങിക്കണ പോലെ ഇതിന് സർവീസിംഗ് ഒന്നും ഇല്ലല്ലോ ഇടയ്ക്ക് വന്നിട്ട്. അത് കേടാവും. ഇതിപ്പോ നോക്കിയേ, ഇനിയിപ്പോ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന പോലെ തോന്നും. അതന്നെ ഞാൻ ഇപ്പൊ ചേട്ടനോട് അതാ ചോദിച്ചു, ഇനിയിപ്പോ ഇവിടെ ടൈല് വിരിക്കണ അടിപൊളി റോഡ്. സ്ഥലം എന്തൊരു വീതിയാ റോഡിന്. വീതിയിൽ കിടക്കല്ലേ. ഞാൻ അപ്പുറത്ത് ഇപ്പുറത്ത് ചെടികളും കൂടി വെച്ചു കൊടുത്ത സൂപ്പറായി. അത് നല്ല സ്റ്റൈലായി ഈ വഴി ഇങ്ങനെ. അടിപൊളി. അടിപൊളി ഹാപ്പി ആയി. വഴി നന്നായി. അതെ. ഇനി നിനക്ക് സൈക്കിളിട്ട് പറപ്പിക്കാതില്ലേ. ഇനി നമ്മള് ടൈല് വിരിച്ചു കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലേ. ആ, ഇത് ഞാൻ അവിടെ ടൈലിന്റെ പണി തുടങ്ങുമ്പോ. പണി തുടങ്ങുമ്പോ അപ്പ വീഡിയോ എടുക്കുന്നുണ്ട്. അടുത്ത ആഴ്ച അവര് വരല്ലോ. അതിന് മുന്നേ പണി തരുന്ന പറഞ്ഞു. അടുത്ത ആഴ്ച മുതൽ പണി ആരംഭിക്കാം. ചാവക്കാട് പണിയും കഴിഞ്ഞിട്ട് വേണം. തുടങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും. അതെ, ഇതിങ്ങനെ ലോക്ക് ചെയ്ത് പോവല്ലേ വേണ്ടോ. ആദ്യം ബേബി മെറ്റലല്ലേ കാണണം. സിസ്റ്റം